ഹായ്. കസ്റ്റമർ ക്ലോസ് ആവുന്നില്ലേ? ഇപ്പോഴും കസ്റ്റമറുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഒരുപാട് വർഷമായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും കറക്റ്റ് ആയിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് ക്ലോസിംഗ് നടത്തുന്നില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് എവറി മന്ത് ഒരു പ്രോഫിറ്റ് ഇല്ല. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ വേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഡൗൺ സംഭവിക്കാം, അല്ലെ? വലിയൊരു കടത്തിലേക്ക് പോവുക അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോകാൻ ഇനിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സെയിൽസിന് വേണ്ടിയിട്ട് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് അത് സംഭവിക്കില്ല. കാരണം നിങ്ങൾ എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അത് നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാമിംഗ് മെത്തേഡിലേക്ക് വരണം. ഫാമിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ, കസ്റ്റമറിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, വലിയൊരു ഗ്രോത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, എല്ലാ കമ്പനികളും ജിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് ചെയ്യുന്നത് ആക്ച്വലി കസ്റ്റമറെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ അവരെ തേടി പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്പർ ഓഫ് കസ്റ്റമർ ആണ് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അടുത്തേക്ക് എത്താം. മറ്റേ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കസ്റ്റമറിന് വേണ്ടി അവനിരിക്കുന്നിടത്ത് അങ്ങോട്ട് പോയിട്ട് എന്നിട്ടോ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? അതാണ്. അപ്പൊ ആ ഒരു മെത്തേഡ് നിങ്ങൾ മാറാതെ, ഓൺലൈനിലേക്ക് കറക്റ്റ് ആയിട്ട് വരാതെ, ഓൺലൈനിന്റെ സിസ്റ്റം യൂസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ ഇനിയെങ്കിലും കസ്റ്റമറുടെ പിന്നാലെ പോകുന്നത് നിർത്ത്. ഓക്കെ. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ ഇനി മാറാൻ ആഗ്രഹിക്കുന്നത്? സെയിൽസ് കൂട്ടാനാണോ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓൺലൈനിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കൂടുതൽ സെയിൽസ് ബിൽഡ് ചെയ്യണം? അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പൊ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കും രക്ഷപ്പെടണം. കാരണം ഇന്നലെ വന്ന കോമ്പറ്റീറ്റർ വരെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ വെറും ഒരു 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും നിങ്ങളെക്കാൾ മുകളിലേക്ക് നിങ്ങളിപ്പോ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്തിലേക്ക് പോകുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മാറാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ സ്ട്രാറ്റജി തൽക്കാലം അത് എടുത്ത് എന്ത് ചെയ്യുക? പോക്കറ്റിലിടുക. ഓക്കെ. അത് പോക്കറ്റിലിട്ടിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഗ്രോത്തിലേക്ക് എത്താം, സെയിൽസ് എങ്ങനെ കൂട്ടാം. ആക്ച്വലി ഞാൻ എങ്ങനെയാണ് സെയിൽസ് കൂട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്കും ഞാൻ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുതരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്കും മാറാം. യെസ്. അപ്പോ എങ്ങനെ കസ്റ്റമർ അട്രാക്ട് ചെയ്യാം, അല്ലെ? അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ലോക്ക് ആക്കുക, എവിടെയെങ്കിലും ഒന്ന് ലോക്ക് ആക്കുക, കമ്മിറ്റ്മെന്റ് കൂട്ടുക. ഓക്കെ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ പട്ടം പോലെ പറന്ന് കളിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തത്തില്ല. അവിടെ ശ്രദ്ധിക്കും, ഇവിടെ പോവും, അവിടെ പോയി എല്ലായിടത്തും പോയിട്ട് തലയിടും. അപ്പൊ ഞാൻ പറഞ്ഞതേ എവിടെയെങ്കിലും കറക്റ്റ് ആയിട്ട് ലോക്ക് ആവുക. ഓക്കെ. അപ്പൊ നിങ്ങളൊരു സീരിയസ് പേഴ്സൺ ആണ്, സീരിയസ് ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് ആവണം. ലോക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു ഗൈഡൻസിലേക്ക് വരിക. ഓക്കെ. കറക്റ്റ് ആയിട്ട് ഗൈഡൻസിലേക്ക് വരിക, ഒരു മെന്റർഷിപ്പിലേക്ക് വരിക. അപ്പൊ ഇതിന്റെ ഒരു വാല്യൂ, ഒരു മെന്ററിങ് ആൻഡ് കൺസൾട്ടിങ്ങിന്റെ വാല്യൂ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ലോക്ക് ആവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവരിപ്പോ ഏതിലാണോ നിൽക്കുന്നത് ആ കുഴിയിൽ തന്നെ എന്നും നിൽക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആ ദൂരം, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്ന രീതിയിലേക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു മെന്ററിങ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് ആവുക. ഓക്കെ. ദെൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ എപ്പോ ഡെസിഷൻ എടുക്കുന്നു, നിങ്ങൾ സറണ്ടർ ആകുന്നു, ആ നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ലൈഫിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. സെയിൽസ്, മാർക്കറ്റിംഗ്, ഗ്രോത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. യെസ്. അപ്പൊ നിങ്ങൾക്കുള്ളിൽ കഴിവുണ്ട്, അതെവിടെയോ ഒന്ന് സ്റ്റെക്ക് ആയി കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിന്റെ കറക്റ്റ് സാധ്യത യൂസ് ചെയ്തിട്ട് ഓൺലൈനിലൂടെ കസ്റ്റമറിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സെയിൽസ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഗ്രോത്ത്. ഓക്കെ. ഗ്രോത്ത് മോഡലിലേക്ക് മാറുക. അതല്ലാതെ നിങ്ങൾ ഇപ്പോഴും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിക്കുക, എത്ര വർഷമായി ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു കറക്റ്റ് ബാക്കപ്പ് സിസ്റ്റം ഇല്ല. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതില്ല. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മോഡിലേക്ക് നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം എവിടെയും സോൾവ് ആവാൻ പോകുന്നില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ എപ്പോഴും പുതിയതിന്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് കൂടുന്നു, നിങ്ങളുടെ എഫേർട്ട് കൂടുതൽ എടുക്കുന്നു. കാരണം ഒരു പരിചയമുള്ള ഒരു കസ്റ്റമർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി, അവിടെ വീണ്ടും നിങ്ങൾക്ക് സെയിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ പിന്നെയും പിന്നെ എന്ത് ചെയ്യാം? പുതിയ കസ്റ്റമർ ഫേസ്ബുക്കിനും അവിടെ ഇവിടെയൊക്കെ പൈസ ഇടുക, ലീഡ് എടുക്കുക, കോൾ ചെയ്യുക, എന്നിട്ട് ബാക്കി കിട്ടാത്ത ലീഡ് ഒഴിവാക്കുക. വീണ്ടും അതേ കിട്ടിയ ലീഡ്സിന് വേണ്ടി തന്നെ നിങ്ങൾ പിന്നെയും പൈസ ഒഴിവാക്കുക. കാരണം ആ ആഡ് ഇടുമ്പോൾ കാണുന്നത് ഇവർ തന്നെയാണ്.
അപ്പോൾ നിങ്ങൾ എത്ര തന്നെ ആഡിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ട്രാപ്പാണ്, അത് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പൊ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗ് ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് അടിച്ചിട്ട് നല്ലൊരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സെയിൽസ് കൂട്ടാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ന്യൂ കസ്റ്റമറുടെ പിന്നാലെ മാത്രം പോകുന്നത് കുറച്ചിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഓൾറെഡി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ പറഞ്ഞാൽ വീണ്ടും റെഡിയായി വരുന്ന ഒരുപാട് കസ്റ്റമർ നിങ്ങളുടെ ലിസ്റ്റിലുണ്ട്. പലപ്പോഴും നിങ്ങൾ അവരെ കാണാതെ വീണ്ടും പുതിയ പുതിയ ആളുകളിലേക്ക് മാത്രം പോവുകയാണ്. അത് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കൂടുതൽ സെയിൽ കൊണ്ടുവരാം, അത് നിങ്ങൾ പഠിക്കണം, റീസെല് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ കസ്റ്റമറേയും കൂടി അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കിട്ടുന്ന മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും, മാർക്കറ്റിംഗിനും മറ്റ് എക്സ്പെൻസും ആയിട്ട് നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. ഓക്കെ, ഇത് വൺ മെത്തേഡ്. അതിന്റെ കൂടെ നിങ്ങൾ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടാമത് നിങ്ങളുടെ അടുത്തേക്ക് കസ്റ്റമർ, ഇപ്പൊ നിങ്ങളൊരു ഓണറാണ്, ബിസിനസ് ഓണറാണല്ലേ, നിങ്ങൾ കസ്റ്റമർ അടുത്തേക്ക് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം 1-2 മീറ്റിങ്ങുകൾ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നിങ്ങളുടെ വണ്ടി ഓടിച്ച് നിങ്ങളുടെ ടൈം കളഞ്ഞ് നിങ്ങൾ എഫേർട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ പോയി സംസാരിക്കുന്ന ഒരാളെ കാണാനായിരിക്കും, ചിലപ്പം അയാൾ ചിലപ്പം അഡ്വാൻസും ചെയ്ത് ക്ലോസും ആയിട്ടുണ്ടാവില്ല, പിന്നെ ആ ദിവസം പോയി, പിന്നെ അടുത്ത ദിവസം, ഇങ്ങനെ 30 ദിവസം നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച ടാർഗറ്റിൽ ഇതുവരെ എത്താൻ പറ്റിയില്ല. കാരണം അതൊരു ബാക്കപ്പ് സിസ്റ്റം ഇല്ലാത്ത നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിന് നിങ്ങൾ 1 അല്ലെങ്കിൽ 2 3 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് ഒരു വലിയൊരു, നിങ്ങൾ ആലോചിച്ച് ഒരു 30 ദിവസം കൊണ്ട് 100 പേരെ നിങ്ങൾക്ക് പോയി സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 100 കൂട്ടം ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 100 പേര് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ? അപ്പൊ ഇതാണ് അട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കഴിവിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ അടങ്ങുന്ന ഒരു കേരളത്തിൽ ഇപ്പൊ ഒരു 3.5 കോടി ആളുകളുണ്ട് വിചാരിക്കുക അല്ലെ. ആ ആളുകളിൽ ഇതിപ്പോ ജിയോ ആണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ ജിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടാറ്റ കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി വിചാരിക്കുക. ഇവരെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ഉണ്ട്, ഇവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അതിനെ പൊസിഷൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് അവിടെ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. മെത്തേഡ് എല്ലാം സെയിം ആണ്, രണ്ട് രീതിയിലും ചെയ്യാം. ക്യാഷ് ഉള്ളവന് ഒരുപാട് ക്യാഷ് ഇറക്കിയിട്ട് ചെയ്യാം, ക്യാഷ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യണം, സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് തന്നെ. എന്ന് വെച്ചാൽ ക്യാഷ് ഇല്ലാത്തവർക്ക് മാത്രമല്ല ഈ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും, ക്യാഷ് ഉള്ളവനും ഇല്ലാത്തവനും പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കമ്പനീനെ ആളുകൾ അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, 100 അല്ല 200 അല്ല 1000 അല്ല കോടി ലക്ഷക്കണക്കിന് ആൾ വന്നാലും ഇവർക്ക് കുഴപ്പമില്ല, അവരാരും അങ്ങോട്ട് തേടി പോണ്ട അല്ലെ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് മാത്രമാണ്, ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് കസ്റ്റമർ വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സിറ്റിയിലെ തന്നെ നല്ല കുറച്ച് ഷോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ കസ്റ്റമർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ സ്റ്റാഫ് അങ്ങോട്ട് പോയിട്ട് ആരെയും പിടിച്ചിട്ട് ഇത് അതേപോലെ മേടിക്കുന്നു പറയുന്നില്ല. കസ്റ്റമർ അവരുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അവിടെ നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ, വാക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവർ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ആ അട്രാക്ട് ചെയ്യുന്ന സിസ്റ്റം ഏത് ബിസിനസ് ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ബൊട്ടിക് ആയിക്കോട്ടെ, നിങ്ങൾ ട്രെയിനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും, ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ, എനി ബിസിനസ്, ഹോട്ടൽ, എനി ബിസിനസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അട്രാക്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മോഡലിലേക്ക് നിങ്ങൾ മാറുക. ഹണ്ടിങ് പ്രോസസ്സ് ഇനിയും നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ലോക്ക് ആവുക, കറക്റ്റ് ഒരു ഗൈഡൻസിലേക്ക് വരിക, കറക്റ്റ് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക, അപ്ഡേറ്റ് ആവുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോകും, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കോമ്പറ്റീറ്റർ എടുത്ത് പോകും, ഇതൊക്കെ തന്നെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ മാറാൻ തയ്യാറല്ലെങ്കിൽ ഇനിയും നിങ്ങൾ താഴേക്ക് പോകും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് കൂട്ടുക, എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സെയിൽസിന് ഒരു സിസ്റ്റം ഇല്ല, ഫോളോ അപ്പ് സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സിസ്റ്റം ഇല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ യൂസ് ചെയ്യുന്നില്ല, ഓൺലൈനിന്റെ സാധ്യത യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് ടോപ്പിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ മാറാതെ നിങ്ങൾക്ക് ഇനി ഒരു ഇതുമില്ല. അപ്പൊ അതിന് ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നില്ല, അതുപോലും നിങ്ങൾ മാറാൻ എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈമോ അതുപോലെ തന്നെ അതിന് വേണ്ട എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് എത്താൻ പറ്റില്ല. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ സീറോ കോസ്റ്റ് അല്ലെങ്കിൽ സീറോ റുപ്പി ഓക്കെ മാർക്കറ്റിംഗിലേക്ക് എന്തിന് നിങ്ങൾ വരണം എന്നുള്ളതാണ്.
കാരണം ഇത് നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ വെറുതെ ഹ്യൂജ് എക്സ്പെൻസ് കയ്യിലില്ലെങ്കിൽ അത് പറ്റില്ല. ഉള്ളവർക്കോ അത് നിങ്ങൾ വെറുതെ സ്പെൻഡ് ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് കിട്ടുന്നത് ക്വാളിറ്റി ഇല്ലാത്ത കസ്റ്റമർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ പ്രീമിയം കസ്റ്റമറിനെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പൊ എന്താണ് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ഈ CM യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കസ്റ്റമറെ ഇങ്ങോട്ട് നിങ്ങൾ ഒരു തവണ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പിന്നെ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, കാരണം കസ്റ്റമർ ഇത് നിങ്ങളുടെ കമ്പനിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഓഫീസ്. അപ്പൊ കസ്റ്റമർ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് കുറച്ചിട്ട് കസ്റ്റമറിനെ ഇങ്ങോട്ട് വരാൻ ഉള്ള വഴികൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് നിങ്ങളെ കാണാനുള്ള വഴികൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് പല നിങ്ങൾക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കസ്റ്റമർ വരും അല്ലെ. അവിടെ നിന്ന് കസ്റ്റമർ വരും പല രീതിയിലും, ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പല രീതിയിൽ വരും. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് വൈസ് എടുത്തു നോക്കുക. കേരളത്തിൽ ഇപ്പൊ എത്ര ജില്ലകളുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും അതും വരുന്നത് നിങ്ങൾ. അപ്പൊ നിങ്ങളൊന്നും ഇവരെ അടുത്ത് പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ആ ലെവലിലേക്ക് മാറ്റുക. അപ്പൊ ആലോചിക്കുക, ഇതിലൂടെയും നിങ്ങൾക്ക് കസ്റ്റമർ വരും. ഇതിനുള്ള സാധ്യതകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണ് ഈ പ്രശ്നം. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ നിങ്ങൾ സാധാരണ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റഫറൽ ആയിട്ടല്ലേ. നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ച ഒരാൾ പോയി കഴിഞ്ഞാൽ, ഞാൻ അവിടുന്ന് കഴിഞ്ഞ മസാല ദോശ കഴിച്ച ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അപ്പൊ അയാൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് നടക്കുക. അവിടെയും സ്ലോ ആയിരിക്കും. പക്ഷെ ഓൺലൈനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് എൻഗേജ്മെന്റും റീച്ചും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അതിന്റെ സാധ്യത യൂസ് ചെയ്യുക, ആൽഗോരിതത്തെ യൂസ് ചെയ്യുക, അങ്ങനെ സോഷ്യൽ മീഡിയന്റെ പവർ യൂസ് ചെയ്യുക. അങ്ങനെ ജയിച്ചവർക്ക് മാത്രമാണ് ഈസി ആയിട്ട്. കാരണം വർഷങ്ങളും ഒക്കെ എടുത്തിട്ട് എത്തേണ്ട പല പൊസിഷനിൽ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു പവർ കൊണ്ട് മാത്രം ഷോർട്ട് ടേമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ ആണ്. ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ചു കാലം കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് നടന്ന അവരാണ് ഇപ്പൊ 300 കോടി ക്ലബിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ. 2 സിനിമ ചെയ്തപ്പോൾ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തി. അപ്പൊ വലിയ വലിയ അച്ചീവ്മെന്റ്സ് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ഒരു ഇതിൽ കയറി വരുന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ട് ആയിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, സോഷ്യൽ മീഡിയന്റെ പവർ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മടിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുണ്ട് ഒരു കാര്യമില്ല, നശിച്ചു പോകത്തുള്ളൂ. അപ്പോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പൊ ജില്ല വിട്ട് ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ, ഇപ്പൊ കേരളത്തിന് പുറത്ത്, അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിന്റെ ബേസ് സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തു പോകണം, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള കൺട്രീസ്, അമേരിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ പോകും. ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ വിമാനം പിടിച്ചു പോകേണ്ട, ട്രെയിൻ പിടിച്ചു പോകേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയാൻ എനിവേർ എനി ടൈം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അമേരിക്കയിൽ നിന്ന് പോലും കസ്റ്റമറിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ഇടാം, യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും കമന്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്തെ കളികൾ കാണുന്നു, ഏത് രാജ്യത്തുള്ള സംഭവങ്ങൾ നടക്കുന്നു ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് സത്യത്തിൽ നിങ്ങൾക്ക് കോമഡി വീഡിയോസ് കാണാൻ മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് ഈ ഒരു ഇതിലൂടെ എങ്ങനെ കൂടുതൽ വൈഡാക്കാം. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഈ ഹണ്ടിങ് പ്രോസസ്സിൽ പോയതുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ഒരു ഇതിൽ കിടക്കുന്നത്, കുളത്തിൽ കിടക്കുന്നത്. അപ്പൊ അതിന് മാറണം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിങ്ങളൊരാളാണുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കൺട്രീസിലും ഇത്രയും സംസ്ഥാനങ്ങളിലും ഇത്രയും ജില്ലകളിലും ഇത്രയും 10 കിലോമീറ്റർ 100 കിലോമീറ്റർ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. സത്യമാണ്. അവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, യൂട്യൂബ് എടുക്കാം, ഗൂഗിൾ എടുക്കാം, ഇതിനൊക്കെ സാധ്യതകൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട്ടിലാണെങ്കിൽ വീട്ടിലിരിക്കുക, നിങ്ങളുടെ ഹോം ഓഫീസ് ആണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് വേറെ ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരണം. നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നില്ലെങ്കിലും ഓൺലൈനിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരണം, കോളായിട്ട് വരണം, ഗൂഗിൾ മീറ്റിലേക്ക് വരണം. ഇങ്ങനെ നിങ്ങൾ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സീറോ കോസ്റ്റ് ഇതിന്റെ പവർ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്ത് കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയോ അത്രയും പവർഫുൾ ആണ് CM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. അപ്പൊ ഇതൊരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഒരു തവണ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആക്സിഡന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് അടിച്ച് പോകാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ട് ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അതിന് കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് തരാന്ന് മാത്രമാണ്. ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഇവിടെ മാറ്റർ അല്ല. ഇനി നിങ്ങൾ രക്ഷപ്പെടാൻ റെഡിയാണോ? കമൺ. ഓക്കെ. അപ്പൊ നമ്മുടെ ZCM എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം എന്താണെന്ന് മനസ്സിലായി. കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നിങ്ങൾക്ക് ഒരിക്കലും എവിടെ എത്താൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ അടുത്ത് നമ്മള് കറക്റ്റ് എങ്ങനെ നിങ്ങളിപ്പോ പട്ടിയെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി മരണം വരെ ഓടിക്കൊണ്ടിരിക്കുള്ളൂ. അതേ പറഞ്ഞത് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യണം അല്ലെ. ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ടെക്നോളജികൾ ഇന്ന് അവൈലബിൾ ആണ്. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ അറിയാത്തതുണ്ട്. അപ്പൊ അതിനെ യൂസ് ചെയ്യുക. അതുപോലെ കറക്റ്റ് നിങ്ങൾ സെയിൽസ് ഫണൽസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ചെറിയൊരു ഫണൽ, ഞാൻ ഒരു സിമ്പിൾ ഫണൽ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യും. കാരണം അത് തന്നെ അത്ര എഫക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്റെ കസ്റ്റമർ വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഒരു ലിങ്ക് എന്ത് ചെയ്യുന്നു, ലിങ്ക് ഞാൻ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഇപ്പൊ മൊബൈലിലാണ് അല്ലെങ്കിൽ വിചാരിക്കാം അല്ലെ. ഒരു ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എന്റെ കസ്റ്റമർ നേരെ വരുന്നത് എന്റെ വെബ്സൈറ്റിലേക്കാണ്. ഓക്കെ. വെബ്സൈറ്റിലേക്ക് വരുന്നു. ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ്. ഓക്കെ. ഈ ലാൻഡിംഗ് പേജിൽ വന്ന ഒരു കസ്റ്റമർ അതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ക്ലിക്ക് ചെയ്തിട്ട് അവർ ആദ്യം വരുന്നത് ഇതൊരു ഫണലാണ് കേട്ടോ. സെയിൽസ് ഫണലാണ്, മാർക്കറ്റിംഗ് ഫണലാണ്. ഇത് ഓരോരുത്തർക്കും പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫണലാണ്. ഈ ലാൻഡിംഗ് പേജിലേക്ക് ഒരു വന്ന കസ്റ്റമർ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കസ്റ്റമർ ആണ് എന്ന് ഫൈൻഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോളോ അപ്പ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഞാൻ പല സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ അവരെന്ത് ചെയ്യുന്നു, ഒരു 99 അഡ്മിഷൻ രജിസ്ട്രേഷൻ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് വരുന്നു. അതിനുശേഷം അവർക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും അവരെന്ത് ചെയ്യുന്നു, നേരെ അടുത്ത സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്ന് നെക്സ്റ്റ് അവർ വരുന്നത് നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പിലേക്കാണ്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ ഒരു കസ്റ്റമർ ആയത് വീണ്ടും വീണ്ടും നിങ്ങളുടെ കസ്റ്റമർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ സിസ്റ്റം റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് എന്റെ കസ്റ്റമേഴ്സിനെ ഞാൻ റീസെൽ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഞാൻ അട്രാക്ട് ചെയ്യുന്നത്, ഇതൊന്നും ഞാൻ വലിയ എഫേർട്ട് ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് സാധ്യതകൾ യൂസ് ചെയ്യുക, അത് അറിയില്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തോളൂ. ഇത് നേരെ എന്ത് ചെയ്യുന്നു, ഓക്കെ. അപ്പൊ ഇതിലേക്ക് എത്തുന്നു. പിന്നീട് ഇതിൽ നിന്ന് നമ്മൾ അടുത്ത എന്ത് ചെയ്യുന്നു, DFRലേക്ക് കണക്ട് ആവുന്നു. DFR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീമിയം സ്കെയിലിംഗ് ഹബ്ബാണ്. ഓക്കെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് മോഡാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ നമുക്ക് എന്താ വെച്ചാൽ ക്രിയേഷൻ മോഡാണ് വരുന്നത്. ഓക്കെ. ഇവിടെ ഗ്രോത്ത്, ഇവിടെ നമുക്ക് വരുന്നത് സ്കെയിലിംഗ് ആണ്. അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്, സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം ബിൽഡ് ചെയ്യുക. ഓക്കെ. സിസ്റ്റം ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനെന്ത് ചെയ്യണം, ഗ്രോത്തിലേക്ക് എത്തിക്കണം. ഗ്രോത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ വലുതാക്കിയിട്ട് കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ സ്കെയിൽ ചെയ്യേണ്ടി വരും അല്ലെ. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഫ്രീ ആവണം. പിന്നെ ഞാനില്ലാതെ തന്നെ എന്റെ ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിസ്റ്റം സെറ്റ് ചെയ്യാം. ആ സിസ്റ്റം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിലനിർത്താൻ നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് ബിസിനസ്സിൽ. നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇവിടെ ഇങ്ങനെ കടന്ന് കളിച്ചു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഇത് എന്താ, നിങ്ങൾ തന്നെ ഇങ്ങനെ കിടന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മാറ്റുക, ചേഞ്ച് ആവുക. ഓക്കെ. അപ്പൊ ഞാൻ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ റീസെൽ ചെയ്യുന്നത്. ഞാൻ ഒരു തവണ ഒരു കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അയാളെ വീണ്ടും വീണ്ടും എന്റെ തന്നെ കസ്റ്റമർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിന്റെ താഴത്തെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ സീരിയസ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കോ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ ചേഞ്ച് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കസ്റ്റമർ അട്രാക്ട് ചെയ്യണം, എനിവേർ എനി ടൈം. ആ ലെവലിലേക്ക് നിങ്ങളുടെ ഒരു വർക്ക് ഫ്രീഡം വേണം. ബിസിനസ് ചെയ്യാൻ നിങ്ങൾ വന്നത് ഫ്രീഡത്തിന് വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ബിസിനസ്സാണ്? അപ്പൊ ഇതിനൊക്കെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യണം, കറക്റ്റ് ഫണ്ട് സിസ്റ്റത്തിലേക്ക് വരണം, നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടും ഫൈനാൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്, അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എങ്കിൽ, അതിലൂടെ നിങ്ങൾക്ക് ഒരു മാറ്റം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പിലാണ് നമുക്ക് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം,
താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് തയ്യാറാവുക. ഓക്കെ, സ്വയം ലോക്കാവുക. നിങ്ങൾ ആരും വന്ന് രക്ഷപ്പെടുത്താൻ തയ്യാറല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കാതെ എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു, ഇതിൽ വെറുതെ പരാതി നടന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ അതിനു വേണ്ടി എന്ത് ആക്ഷൻ എടുത്തു? ഇപ്പൊ എത്ര മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയി, നിങ്ങൾ എന്താണ് ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്തിട്ട് എനിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്ത സ്ട്രാറ്റജിയും നിങ്ങളുടെ ഫോർമുലയൊന്നും വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ മാറ്റി പിടിക്കാൻ തയ്യാറാവണം. ഓക്കെ, അതിന് ഓക്കെ അടുത്ത മാസം ആവട്ടെ, അപ്പൊ എനിക്ക് കുറച്ച് ഫണ്ട് വരും, അപ്പൊ ഞാൻ അത് വെച്ച് ചെയ്യാം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്ര വർഷം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾ അത് നേടിയെടുക്കാൻ പോകുന്നത്? പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോൾഡൻ മെമ്പർഷിപ്പ് അച്ചീവ് ചെയ്യണം. അപ്പൊ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ക്രിയേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഗ്രോത്തിലേക്ക് എത്തിക്കാനും ഗ്രോത്തിൽ നിന്ന് അടുത്തടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ സെയിൽസ് കൂട്ടി പോകാൻ പറ്റുക. അപ്പൊ ഞാൻ പറയുന്നു, ഓൺലൈൻ ത്രൂ നിങ്ങളൊരു മിനിമം ഞാൻ പറഞ്ഞു, ഓൺലൈൻ ത്രൂ ആട്ടോ, ഓഫ്ലൈൻ അല്ല, മിനിമം നിങ്ങളൊരു 1 lakh അച്ചീവ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയാൽ പിന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് അത് 2 lakh 5 lakh 10 lakh എന്നുള്ളതിലേക്ക് എങ്ങനെ എത്താം നിങ്ങൾക്ക് അറിയണം. അതാണ് നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ സീക്രട്ട് ഞാൻ പഠിപ്പിക്കാൻ റെഡിയാണ്. അത് ഓൺലി സീരിയസ് മെമ്പേഴ്സിന് മാത്രമാണ്. ആരാണോ റെഡി ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ഐഡിയ പോക്കറ്റിലിട്ട് റെഡി ആയി വരുന്നവർക്ക് ഞാൻ എന്ത് ചെയ്തു പഠിപ്പിച്ചു തരും. നിങ്ങൾക്കത് 30 daysനുള്ളിൽ തന്നെ സീരിയസ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് ചേഞ്ച് കിട്ടും. മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 90 days സെറ്റ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ബിഗ് റിസൾട്ട് കാണാം. കാരണം ഒരു തവണ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും വർഷം ഓടിയതുപോലെ ഓടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സിസ്റ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എവറി മന്ത് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് അധികം ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണ് കസ്റ്റമർ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മോർ സെയിൽ മോർ സെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഗ്രോത്തിലേക്ക് എങ്ങനെ എത്താം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് റൈറ്റ് ടൈം. അപ്പൊ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ ഇന്ന് തന്നെ രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഒരു ലിമിറ്റഡ് സ്ലോട്ടുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമുക്കിത് എന്ത് ചെയ്യും? സൂൺ ഇതിന്റെ സീറ്റ് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മുടെ അടുത്ത പ്രൈസ് കൂട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അയ്യോ അന്ന് എനിക്ക് ജോയിൻ ചെയ്യായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഓരോ മെമ്പേഴ്സിനും നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം റെഡി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ഇപ്പൊ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഡിസിഷൻ എടുക്കുക, ഫാസ്റ്റ് ആവുക. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, നമുക്ക് 1-to-1 ആയിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.